ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള കാർബണിൻ്റെ എമിഷൻ ഏതാണ്ട് 0.6% ആണ്. അത് 20 ഇരട്ടിയാക്കിയാൽ മാത്രമേ ആഗോള താപനത്തിൽ 1.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവുണ്ടാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ COP29 വേണ്ടത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും നമ്മൾ വിചാരിച്ചത്ര നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അതിനപ്പുറം എല്ലാ വികസിത രാജ്യങ്ങളും അവരുടേതായ ഡൊമസ്റ്റിക് പോളിസിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ആഗോളതലത്തിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു, ആഗോളതലത്തിൽ കാർബണിൻ്റെ ബഹിർഗമനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു എന്നല്ലാതെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനോ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനോ മിക്ക വികസിത രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. ഇതിനപ്പുറം എല്ലാ ചർച്ച ഒരുപക്ഷെ എനിക്ക് തോന്നിയ വർഷത്തെ ചർച്ചയിൽ COPയിൽ പല ചർച്ചകളും കാടുകയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഏതാണ്ട് 40,000-ഓളം പേർ പങ്കെടുക്കുന്ന വലിയൊരു ഉച്ചകോടിയായിരുന്നു. 3 രീതിയിലുള്ള ആൾക്കാർ ഇതിലുണ്ടായിരുന്നു. ഒന്ന്, കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കുന്ന പുതിയ ടെക്നോളജികൾ രൂപപ്പെടുത്തിയാൽ എത്രത്തോളം ബിസിനസ് സാധ്യതകൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിവാദികൾ എത്രത്തോളം ഇത് നടപ്പിലാക്കണമെന്നത് പറയുന്നവർ. മൂന്നാമത്തേത് ഇപ്പോഴുള്ള ടെക്നോളജി മാറുമോ എന്ന് ആശങ്കപ്പെടുന്നവർ. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവർ ഇതിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സങ്കുചിത ചിന്താഗതിയും ഈ രംഗത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ, ഉദാഹരണമായി പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് കുറച്ചുകൊണ്ട് കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കാനുള്ള ഒരു നയത്തിനും പല രാജ്യങ്ങളും രൂപം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചാലേ ഈ രംഗത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. COP29 പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് എങ്ങനെ സാമ്പത്തിക നഷ്ടപരിഹാരം എങ്ങനെ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് കുറച്ചുകൊണ്ട് എങ്ങനെ കാർബണിൻ്റെ അളവ് കുറക്കാം. ഈ COP29 ഹോസ്റ്റ് ചെയ്ത അസർബൈജാനിലെ ബാക്കു, അസർബൈജാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് വേണ്ടത് കാർബണിൻ്റെ എമിഷൻ കുറക്കണം, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടത് ഇതുമൂലം ഉണ്ടാക്കുന്ന നഷ്ടം നികത്താൻ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇത് തന്നെയാണ് 80% അംഗരാജ്യങ്ങളും താല്പര്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. പക്ഷെ ആ രീതിയിൽ ചർച്ച നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് COP29 പൂർണ്ണമായിട്ടൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. COP30 വീണ്ടും പുതിയ ചർച്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം.